രക്ഷയുടെ പാതയിൽ. നമ്മൾ ഈ അധ്യയന വർഷത്തിന്റെ അവസാന പാഠത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ സന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യേശോയെ, ഈ ഒരു അധ്യയന വർഷത്തിലുടനീളം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് വർഷിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നല്ല പ്രചോദനങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അങ്ങ് വളർന്നു വന്നതുപോലെ ഞങ്ങളെയും ദൈവഹിതം നിറവേറ്റുന്ന വിശുദ്ധരായ മക്കളാക്കി അങ്ങ് വളർത്തണമേ. ഈ ക്ലാസ്സിലൂടെ നല്ല പ്രചോദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമാണോ? എല്ലാവരും സന്തോഷമായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയ ഒരു പാവപ്പെട്ട കുട്ടിയായിരുന്നു ടോം. ടോമിന് ഈശോയെ കാണാനും ഈശോയോട് കൂട്ടുകൂടാനും വലിയ ആഗ്രഹമായിരുന്നു. ഒരു ദിവസം ഈശോ ടോമിനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട്. ടോമിന് നല്ല സന്തോഷമായി. എന്താ ഈശോയ്ക്ക് കൊടുക്കാം? അവൻ തല പുകഞ്ഞ് ആലോചിച്ചു. തന്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കമ്പിളിപ്പൊതപ്പും കുറച്ച് ചോക്ലേറ്റും ഒരു കയ്യുറയും അവൻ ഈശോയ്ക്ക് കൊടുക്കാനായി എടുത്തു വെച്ചു. നല്ല സമ്മാനപ്പൊതികളൊക്കെ ആക്കി അവൻ ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ ടോം ഉണർന്നു. ഈശോയെ കാത്തിരിക്കാൻ ആരംഭിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും നമ്മുടെ ഈശോ വരുന്നത് കാണാനില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട അമ്മ വിശന്ന് കരയുന്ന തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ടോമിന്റെ അടുത്തെത്തി. കരയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ടോമിന് സങ്കടമായി. ടോം തന്റെ കയ്യിലുള്ള കുറച്ച് ചോക്ലേറ്റ് ആ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ മാറി. കുഞ്ഞിന് വളരെ സന്തോഷമായി. പിന്നെയും നമ്മുടെ ടോം ഈശോയെ കാത്തിരിക്കാൻ തുടങ്ങി. ഈശോയെ കാണാതെ അവന് സങ്കടമായി. അപ്പോഴാണ് ഒരു അപ്പാപ്പൻ തണുത്ത് വിറച്ച് വേച്ച് ടോമിന്റെ അടുത്തെത്തിയത്. തന്റെ കയ്യിലുള്ള ഈശോയ്ക്ക് കൊടുക്കാനായി കാത്തു സൂക്ഷിച്ച ആ കമ്പിളിപ്പൊതപ്പ് ടോം അപ്പാപ്പന് കൊടുത്തു. അപ്പാപ്പന് സന്തോഷമായി പോയി. അങ്ങനെ വീണ്ടും ടോം ഈശോയെ കാത്തിരുന്നു. സന്ധ്യയായി. ഈശോയെ കാണാനില്ല. ഒരു കൊച്ചു ബാലൻ വന്ന് ടോമിനോട് ചോദിച്ചു, ചേട്ടാ, എനിക്ക് തണുത്തിട്ട് പാടില്ല. ചേട്ടന്റെ കയ്യിലുള്ള കയ്യുറ എനിക്കൊന്ന് തരാമോ? ആകെപ്പാടെ ഉണ്ടായിരുന്ന ആ കയ്യുറയും ടോം കുഞ്ഞിന് കൊടുത്തു. ഇനി ഈശോയ്ക്ക് കൊടുക്കാൻ ടോമിന്റെ കയ്യിൽ ഒന്നുമില്ല. ഈശോയെ കാണാഞ്ഞ് ടോം തളർന്ന് സങ്കടമായി ഉറങ്ങിപ്പോയി. അപ്പോൾ സ്വപ്നത്തിൽ ഈശോ ടോമിന് പ്രത്യക്ഷപ്പെട്ടു. ടോമിന് വലിയ സന്തോഷമൊക്കെ ആയെങ്കിലും ഇനി എന്താ ഈശോയ്ക്ക് കൊടുക്ക എന്ന് അവന് വിഷമമായി. അത് ആലോചിച്ചപ്പോൾ അവന് വിഷമമായി. അപ്പോൾ ഈശോ തന്റെ കൈകൾ തുറന്ന് അവന് കാണിച്ചു കൊടുത്തു. ടോം കൊടുത്ത കമ്പിളി പൊതപ്പും കയ്യുറയും ചോക്ലേറ്റും ഒക്കെ ഈശോയുടെ കയ്യിലിരിക്കുന്നു. ടോമിന് അത്ഭുതമായി. ഈശോ ടോമിനോട് പറഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്കൊന്ന് കടക്കാം. ഈശോ ടോമിനോട് പറഞ്ഞതുപോലെ തിരുവചനത്തിൽ നമ്മളോടും പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തന്നത്. ഈ തിരുവചനം നല്ല ഉത്സാഹത്തോടെ ആവേശത്തോടെ ഉറക്കൊന്ന് നമുക്ക് ഏറ്റുപറഞ്ഞാലോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ
ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സ്വരം കുറഞ്ഞു പോയല്ലോ. ഒന്നും കൂടി ശക്തിയോടെ ചൊല്ലിയാലോ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 40 തിരുവചനം. എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വെരി ഗുഡ്. നല്ല സ്വരം ഉണ്ടായിരുന്നു. ഈശോ കേട്ടിട്ടുണ്ട്. ഈശോയ്ക്കും വലിയ സന്തോഷമായി. കുഞ്ഞുമക്കളെ, ഈശോ രണ്ടാമതും വരും. എന്തിനാണെന്നോ? നമ്മൾ ചെയ്ത മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്ത ഓരോ നന്മ പ്രവർത്തികൾക്കും സമ്മാനം നൽകാൻ. കുഞ്ഞുമക്കളെ, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പേടിയാകും, അല്ലേ? എന്നാൽ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നേരത്തെ തന്നാലോ? നോ ടെൻഷൻ. വളരെ ഈസി ആയിട്ട് നമ്മൾ പരീക്ഷയൊക്കെ എഴുതും. നമുക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടും, അല്ലേ? ഈശോയെ സ്വന്തമാക്കാനും സ്വർഗരാജ്യത്തിൽ ഈശോയുടെ അടുത്ത് ചേർന്നിരിക്കാനും യോഗ്യത കിട്ടുന്നതിനുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈശോ നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഇതിൽ ഫുൾ A+ കിട്ടുന്നവരോട് ഈശോ പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ഫുൾ A+ കിട്ടുന്നവര് ഈശോയോട് ചോദിക്കും, ഈശോയെ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഭക്ഷണം തന്നതും നിന്നെ ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ തന്നതും നിന്നെ കാരാഗ്രഹത്തിൽ വന്ന് കണ്ടതൊക്കെ എപ്പോഴാണ്? അപ്പോ ഈശോ അവരോട് പറയും, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതേ കുഞ്ഞുമക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും ഈശോ വിലമതിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയിൽ ഫെയിൽഡ് ആയവരോട് ഈശോ പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അതുകൊണ്ട് ഫുൾ A+ കിട്ടിയവർക്ക് സ്വർഗ സൗഭാഗ്യവും ഫെയിൽഡ് ആയവർക്ക് നിത്യശിക്ഷയ്ക്കും അവർ അർഹരാകും. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നമുക്ക് സ്വർഗവോ അല്ലെങ്കിൽ ശിക്ഷയോ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്മ പ്രവർത്തികൾ ചെയ്ത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ഉത്സാഹമുള്ളവരാകാം. തിന്മ പ്രവർത്തികൾ ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക് ഉത്സാഹമുണ്ടാകണം. അത് അവഗണിച്ച് കടന്നു പോകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, സഹോദര സ്നേഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈശോ കാണുന്നുണ്ട്. അതിന് തക്ക പ്രതിഫലം ഈശോ നമുക്ക് നൽകും. തീർച്ചയായിട്ടും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഈശോ നമുക്ക് വലിയ സമ്മാനം നൽകും. ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വലിയ സ്നേഹത്തോടു കൂടി നന്മ പ്രവർത്തികൾ ചെയ്തവരാണ് ഓരോ വിശുദ്ധരും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി കുഞ്ഞു കാര്യങ്ങൾ പോലും ചെയ്തു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ഓരോ കാര്യങ്ങളും നിയോഗം വെച്ച് സമർപ്പിച്ച് ചെയ്യുമായിരുന്നു. ഇതുപോലെ നമുക്കും നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കുന്നതാകാം, നമ്മുടെ കൂട്ടുകാരന് പേനയില്ലാത്തപ്പോൾ പേന കടം കൊടുക്കുന്നതാകാം. എന്ത് ജോലിയും ആകട്ടെ, നമ്മുടെ നന്മ പ്രവൃത്തികൾ കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ വലിയ സ്നേഹത്തോടു കൂടി നമുക്ക് ചെയ്യാം. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ നമ്മുടെ ഈ നന്മ പ്രവൃത്തികൾക്കൊക്കെ ഈശോ തക്ക പ്രതിഫലം നൽകും. കുഞ്ഞുമക്കളെ, നമുക്കിന്നൊരു ആക്ടിവിറ്റി ചെയ്താലോ? നമുക്ക് ഒരു വെർച്യു ഡയറി, അതായത് പുണ്യങ്ങളുടെ പുസ്തകം തയ്യാറാക്കാം. ഓരോ ദിവസവും ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ നമ്പർ ഇട്ട് നമ്മൾ താഴേക്ക് ആയിട്ട് എഴുതി വെക്കുന്നു. അവസാനം അടുത്ത മതബോധന ക്ലാസ്സിന് മുൻപായി നിങ്ങളുടെ ടീച്ചർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഉദാഹരണമായി, ഇന്ന് അമ്മയെ സഹായിച്ചു, പാത്രം കഴുകി അടുക്കി വെച്ചു, അല്ലെങ്കിൽ ഇന്നത്തെ ഹോംവർക്കുകളൊക്കെ വളരെ നന്നായി ചെയ്തു,
അമ്മ പറയുന്നതൊക്കെ നന്നായി അനുസരിച്ചു. ഇതൊക്കെ നമുക്ക് നമ്മുടെ പുണ്യങ്ങളുടെ പുസ്തകത്തിൽ വെർച്യു ഡയറിയിൽ രേഖപ്പെടുത്താം. അങ്ങനെ ഈ വെർച്യു ഡയറി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു ശീലമായി തീർന്നുകൊണ്ട് രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഉത്സാഹപൂർവം പുണ്യപ്രവർത്തികൾ ചെയ്ത് നമുക്ക് ഒരുങ്ങാം. കുഞ്ഞുമക്കളെ, നമുക്കൊന്ന് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചാലോ? ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്കുള്ളത്? ഭൂമിയിലും അങ്ങേയല്ലാതെ ഞങ്ങൾ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. ഈ തിരുവചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഉത്സാഹപൂർവം നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒരുങ്ങുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.